നവംബർ 19 മുതൽ 23 വരെ പയ്യന്നൂരിൽ നടക്കുന്ന കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ പയ്യന്നൂരിൽ അറിയിച്ചു. നവംബർ 19 വൈകിട്ട് 4 മണിക്ക് പുരാവസ്തു മ്യൂസിയം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രൻ നിലവിളക്ക് കൊളുത്തി കലോത്സവം ഉദ്ഘാടനം ചെയ്യും. 319 ഇനങ്ങളിലായി 17 വേദികളിലായി 15 സബ് ജില്ലകളിലെ 10,695 കുട്ടികൾ തങ്ങളുടെ സർഗശേഷിയുടെ പ്രതിഫലനം കാഴ്ചവെക്കും. ആദ്യ ദിവസം തന്നെ വേദികൾ ഉണരും. രചനാ മത്സരങ്ങൾ ഒന്നാം ദിവസം തന്നെ സമാപിക്കും. UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ 249 ജനറൽ ഇനങ്ങളാണ് ഉണ്ടാവുക. സംസ്കൃതം കലോത്സവത്തിന് 38 ഇനങ്ങളിലും അറബിക് കലോത്സവത്തിൽ 32 ഇനങ്ങളിലും മത്സരങ്ങളുണ്ടാകും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന 10,000-ൽ പരം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എല്ലാമായി പയ്യന്നൂർ KU ദാമോദര പൊതുവാളിന്റെ നേതൃത്വത്തിൽ ഭക്ഷണം തയ്യാറാകും. ഒരേ സമയം 750 പേർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന തരത്തിൽ ഭക്ഷണശാല തയ്യാറാവുകയാണ്. 23 ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ TI മധുസൂദനൻ MLA, വർക്കിംഗ് ചെയർമാൻ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കൂടിയായ KV ലളിത, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ UK ബാലേന്ദ്രൻ, മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ M പ്രസാദ്, കൺവീനർ TK രാജേഷ്, പ്രിൻസിപ്പാൾ MP സതീഷ് കുമാർ, ഹെഡ് മിസ്ട്രസ് ശ്രീലത എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ ജില്ലയിലെ നവപ്രതിഭകളാകെ മാറ്റിവെക്കുന്ന ഏറ്റവും ശ്രദ്ധേയവും ഉജ്ജ്വലവുമായ ഒരു കൂടിച്ചേരലായിരിക്കും ഇത് എന്നാണ് സംഘാടകർ എന്ന നിലയ്ക്ക് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. കാരണം സംസ്ഥാനതല സ്കൂൾ യുവജനോത്സവത്തിൽ വിജയപതാക പാലിച്ചാൽ കണ്ണൂർ ജില്ലയാണ്. ഈ ജില്ലയിൽ നിന്നുള്ള പ്രതിഭകളാണ് സംസ്ഥാന തലത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ കലാപകരങ്ങൾ നടത്തി വരുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.